നാഗമാണിക്യം 2-ന്റെ എപ്പിസോഡ് 1-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാറു മഹാദേവന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന സമയം പാറു കഴിഞ്ഞതെല്ലാം ഓർമ്മിക്കുകയാണ്. പാറുവിനെ ദുൽജന്ത് മരിച്ചതും ബാക്കി എല്ലാവരും കല്ലായി മാറിയതും ശങ്കർ മരിച്ചതുമെല്ലാം ഓർമ്മ വരികയാണ്. അതെല്ലാം ഓർമ്മ വരുന്ന പാറു പൊട്ടി പൊട്ടി കരയുകയാണ്. പാറുവിന് വിഷമം സഹിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ കുഞ്ഞിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല മഹാദേവ. അവരെ ആരാണെന്ന് എനിക്ക് അറിയില്ല. അവരെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും മഹാദേവ? ഒരു വഴി കാണിച്ചു തരണേ മഹാദേവ എന്ന് പറഞ്ഞ് പാറു കരയുകയാണ്. പാറു ശിവലിംഗത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാണ്. ആ സമയം കഥയിലെ ഹീറോ ആയ ദേവ് വരുന്നു. ദേവ് ശിവലിംഗത്തിലെ അഭിഷേകം ചെയ്യാനുള്ള പാലുമായാണ് വരുന്നത്. മഹാദേവന്റെ മുന്നിൽ വരുന്ന ദേവ് പാറു മഹാദേവനെ വിളിച്ച് ഒരു വഴി കാണിച്ചു തരണേ മഹാദേവ, എന്നെ സഹായിക്കൂ മഹാദേവ എന്ന് പറഞ്ഞ് കരയുന്നത് ദേവ് ശ്രദ്ധിക്കുകയാണ്. പക്ഷെ ദേവ് പാറുവിന്റെ മുഖം കാണുന്നില്ല. ശേഷം ദേവ് ശിവലിംഗത്തിൽ പാലഭിഷേകം ചെയ്യുകയാണ്. അപ്പോൾ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ദേവിന്റെ അടുത്ത് പൂജാരി വരുന്നു. പൂജാരി ദേവിനോട് ജോലിക്കാരോട് പറഞ്ഞിരുന്നു എങ്കിൽ അവരാരെങ്കിലും ചെയ്യുമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ദേവ് മനുഷ്യന്റെയും ഭഗവാന്റെയും ഇടയിലുള്ള ബന്ധത്തിൽ മൂന്നാമതൊരാൾ വരാൻ പാടില്ല. പ്രയത്നിക്കാതെ നമ്മൾ എന്തെങ്കിലും ഭഗവാനോട് ചോദിച്ചാൽ പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥന പൂർണ്ണമാകുന്നത്? മഹാദേവന്റെ സഹായം വേണമെങ്കിൽ തളർന്നിരിക്കുന്നതിന് പകരം നമ്മൾ മഹാദേവന്റെ സഹായത്തിന് അർഹനാണെന്ന് തെളിയിക്കണമെന്ന് പറയുകയാണ്. ഇതെല്ലാം പാറു കേൾക്കാൻ വേണ്ടിയാണ് ദേവ് പറയുന്നത്. പാറു ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പാറുവിന് ആ കാര്യം മനസ്സിലാവുകയാണ്. ഭഗവാൻ എന്നോട് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് മൂന്നാമതൊരാളെ കൊണ്ട് ഭഗവാൻ പറയിച്ചതല്ലേ എന്ന് പറഞ്ഞ് സമാധാനത്തോടെ നിൽക്കുകയാണ് പാറു. അവർ പരസ്പരം മുഖം കാണുന്നില്ല. പാറു ഭഗവാനോട് വഴി കാണിച്ചു തന്നതിന് നന്ദി പറയുകയാണ്. എന്റെ ഫാമിലിയിലുള്ള എല്ലാവരെയും കൊന്നവരെ കണ്ടുപിടിച്ച് അവർക്കുള്ള ശിക്ഷ പാറു കൊടുക്കുക. ഇതൊരു നാഗകന്യയുടെ വാക്കാണെന്ന് പറയുകയാണ്. ഈ സമയം പാറുവിന്റെ പുറകിലായി നിൽക്കുന്ന ദേവ് ഭഗവാനോട് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും തടസ്സങ്ങൾ ഉണ്ടായാലും ഫാമിലിയെ രക്ഷിക്കും, അവർക്കൊരു ആപത്തും വരാൻ സമ്മതിക്കില്ല, ഇത് ദേവിന്റെ വാക്കാണെന്ന് പറയുകയാണ്. ശേഷം ദേവ് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് പാറു മോഹിനി എവിടെയാണോ ഉള്ളത് അവിടെ നിന്നും തുടങ്ങണം. പാണ്ഡ്യ നിവാസിൽ നിന്ന് ആ 3 മുഖംമൂടികളായ കൊലപാതകളുടെ വിവരം കിട്ടും. എങ്ങനെയെങ്കിലും പാണ്ഡ്യ നിവാസിന്റെ അകത്ത് കയറാനുള്ള വഴി കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു നിൽക്കുകയാണ് പാറു. അടുത്ത സീനിൽ ദേവിന്റെ അടുത്ത് ദേവിന്റെ അമ്മ വരികയാണ്. ദേവിനെ കണ്ണുവയ്ക്കാതിരിക്കാൻ വേണ്ടി ദേവിന്റെ അമ്മ ഒഴിഞ്ഞിടുകയാണ്. ദേവ് അപ്സരസിനെ പോലെ ഒരു പെൺകുട്ടിയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ ദേവ് സന്തോഷത്തോടെ നിൽക്കുകയാണ്. അത് കാണുന്ന അമ്മ വെഡിങ് പ്ലാനറായ പെൺകുട്ടി ഇതുവരെയായിട്ടും വന്നിട്ടില്ല, കുറെ ജോലിയും പെൻഡിങ് ആണ്. ഫോൺ വിളിച്ച് നോക്കാൻ ദേവിനോട് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ആ പെൺകുട്ടിയെ പാറു കിഡ്നാപ്പ് ചെയ്യുകയാണ്. മറുവശത്ത് ദേവ് ആ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന ഒരാൾ ദേവിനോട് കിഡ്നാപ്പ് ചെയ്തു എന്ന് മാത്രം പറയുകയാണ്. അത് കേൾക്കുന്ന ദേവ് ദേഷ്യത്തോടെ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ഈ സമയം ദേവിന്റെ മകളായ ബുൾബുളിനെ കുറച്ചു പേർ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. ബുൾബുൾ പേടിയൊന്നുമില്ലാതെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. അവർ ബുൾബുളിന് കുടിക്കാൻ പാല് കൊടുക്കുന്നു. ബുൾബുൾ ആ പാല് തിരിച്ചു കൊടുത്തിട്ട് ഇനി നടക്കാൻ പോകുന്നതിനെ നേരിടാൻ നിങ്ങൾക്ക് ശക്തി കിട്ടാൻ വേണ്ടി ഈ പാല് നിങ്ങൾ തന്നെ കുടിച്ചു എന്ന് പറയുകയാണ്. ഞങ്ങൾ ആരാണെന്ന് നിനക്ക് അറിയാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയെല്ലാം പറയുന്നതെന്ന് ബുൾബുളിനോട് പറയുമ്പോൾ നിങ്ങൾക്ക് എന്റെ ഡാഡിയെ കുറിച്ച് അറിയില്ല, നിങ്ങളെ എല്ലാവരെയും ഇടിച്ചു സൂപ്പാക്കുമെന്ന് പറയുകയാണ് ബുൾബുൾ. ആ സമയം അവിടെ ദേവ് വരുന്നു. ശേഷം ദേവ് എല്ലാവരെയും അടിക്കുകയാണ്. അതെല്ലാം കണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് ബുൾബുൾ. ശേഷം അവർ അവിടെ നിന്നും പോകുന്നു. മറുവശത്ത് വെഡിങ് പ്ലാനറെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിട്ട് പാറു വെഡിങ് പ്ലാനറായ രൂപയായി വേഷം മാറി പാണ്ഡ്യ നിവാസിലേക്ക് പോവുകയാണ് പാറു. അടുത്ത സീനിൽ പാറുവും ദേവനും നേരിട്ട് കാണുകയാണ്. ബുൾബുളിന് പാറുവിനെ ഇഷ്ടപ്പെടുകയാണ്. പാറു ബുള്ളറ്റിലാണ് വന്നത്. ബുൾബുളിനെ കാണുന്ന പാറുവിന്റെ മകളെ ഓർമ്മ വരികയാണ്. പാറുവിന്റെ മകൾ ഉണ്ടായിരുന്നു എങ്കിൽ കാണാൻ ഇതുപോലെ ആയിരുന്നേനെ എന്ന് പറഞ്ഞ് വിഷമിച്ചു നിൽക്കുകയാണ് പാറു. ദേവിന് പാറുവിനെ ഇഷ്ടപ്പെടുന്നില്ല. പാറു ബുള്ളറ്റിൽ വന്നതിന് പാറുവിനെ വഴക്കു പറയുകയാണ് ദേവ്. രണ്ടുപേരും ഓരോന്നും പറഞ്ഞ് വഴക്കു കൊടുക്കുകയാണ്. രൂപ പറയുന്നതൊന്നും ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് ദേവ്. അപ്പോഴാണ് ദേവിന് മുന്നിൽ നിൽക്കുന്നത് വെഡിങ് പ്ലാനർ ആണെന്ന് മനസ്സിലാകുന്നത്. ബുൾബുൾ രൂപയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഡാഡിയുടെ വിവാഹം നടത്താനാണോ വന്നതെന്ന് ചോദിക്കുമ്പോഴാണ് പാറുവിന് ദേവ് ആരാണെന്ന് മനസ്സിലാകുന്നത്. ദേവ് പാറുവിനോട് തന്നിഷ്ടക്കാരിയും ധിക്കാരിയുമായ ഇങ്ങനെ ഒരു വെഡിങ് പ്ലാനറിനെ എനിക്ക് വേണ്ട എന്ന് പറയുകയാണ് ദേവ്. അത് കേട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് പാറു ബുൾബുളിനോട് മോളെ പോലെ ഒരു നിഷ്കളങ്കയുടെ അച്ഛനാണോ ഈ ദേഷ്യക്കാരൻ? ഈ ദേഷ്യക്കാരൻ ആരാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. അത് കാണുന്ന ദേവ് രൂപയോട് നിങ്ങളുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുമെന്ന് പറയുകയാണ്. അത് കേട്ട് ഷോക്കിൽ നിൽക്കുകയാണ് രൂപയ്ക്ക് എങ്ങനെയെങ്കിലും പാണ്ഡ്യ നിവാസിന്റെ അകത്ത് കയറണം. ദേവിനോട് രൂപ ഒരു ജോലി ഏറ്റെടുത്താൽ പകുതിയിൽ സ്റ്റോപ്പ് ചെയ്യില്ല. ആദ്യത്തെ മീറ്റിംഗിൽ നമുക്കുണ്ടായ പ്രശ്നം മനസ്സിൽ വെക്കേണ്ട, നിങ്ങളുടെ വിവാഹമല്ലേ നടക്കാൻ പോകുന്നത്, അതുകൊണ്ട് പാട്ടുപാടി സന്തോഷത്തോടെ ആഘോഷിക്കൂ, അതിനു പകരം ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് രൂപ പറയുന്നത് കേൾക്കുന്ന ദേവ് രൂപയെ നോക്കിയിട്ട് അവിടെ നിന്ന് ഒന്നും പറയാതെ പോവുകയാണ്. പാറു പാലസിന്റെ അകത്തേക്ക് നോക്കി നിൽക്കുകയാണ്. പാറുവിന് പഴയതെല്ലാം ഓർമ്മ വരുന്നു. പാറു ആദ്യമായി പാലസിന്റെ അകത്ത് വന്നതും പാറു ശങ്കറുമായുള്ള വിവാഹവും പാറു കുഞ്ഞുമായി ആദ്യമായി
പാലസിലേക്ക് വന്നതും പേരിടൽ ചടങ്ങിൽ നടന്നതെല്ലാം ഓർമ്മ വരുന്ന പാറു വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ബുൾബുൾ രൂപയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. പാറു വിഷമത്തോടെയാണ് അകത്തേക്ക് കയറുന്നത്. പാറുവിന് ശങ്കറിനെയും കുഞ്ഞിനെയും ഓർമ്മ വരുന്നു. പാറു വിഷമിച്ച് അകത്തേക്ക് കയറുമ്പോൾ പാറുവിന്റെ മുന്നിൽ വരുന്ന ദേവിന്റെ അമ്മ ദേവിക പാറുവിനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് രൂപയോട് ദേവിക ജാതി ഏതാണെന്ന് ചോദിക്കുകയാണ്. എന്റെ പേര് രൂപ, ഞാനൊരു വെഡിങ് പ്ലാനർ ആണ്. എന്റെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ മനുഷ്യത്വമാണ് ഏറ്റവും വലിയ ജാതി എന്ന് പറയുകയാണ് രൂപ. രൂപ പറയുന്നത് കേട്ട് അവിടേക്ക് ക്ലാപ്പ് ചെയ്തുകൊണ്ട് ദേവിന്റെ മുത്തശ്ശൻ വരികയാണ്. ദേവിന്റെ മുത്തശ്ശന് രൂപ പറഞ്ഞത് ഇഷ്ടപ്പെടുന്നു. മുത്തശ്ശൻ ആ കാര്യം രൂപയോട് പറയുകയും ചെയ്യുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ രൂപയോട് ബുള്ളറ്റിൽ രൂപ വന്നത് കണ്ടു എന്നും ദേവിക തെറ്റിദ്ധരിക്കേണ്ട എന്നും ദേവിക രൂപയെ ടെസ്റ്റ് ചെയ്തതാണെന്നും ആ ടെസ്റ്റിൽ രൂപ പാസ്സായി എന്നും പറയുകയാണ്. എന്റെ മകന്റെ വിവാഹം നടത്താൻ വന്ന കുട്ടിയുടെ ക്യാരക്ടർ എങ്ങനെയുള്ളതാണെന്ന് എനിക്കറിയണമായിരുന്നു, അതിനാണ് ഞാൻ ടെസ്റ്റ് വെച്ചതെന്ന് പറയുകയാണ് ദേവിക. ഇതെല്ലാം കേൾക്കുന്ന ദേവ് രൂപയുടെ അടുത്ത് പോയിട്ട് രൂപയെ വെഡിങ് പ്ലാനറായി ഇവിടെ നിർത്താൻ ദേവിന് ഇഷ്ടമില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന രൂപ, ഞാൻ ഒത്തിരി ദൂരെ നിന്നാണ് വിവാഹം നടത്താൻ വേണ്ടി വന്നത്. ഇവിടെ വന്ന സ്ഥിതിക്ക് വിവാഹം കഴിഞ്ഞതിന് ശേഷമേ പോകുന്നുള്ളൂ. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ സഹിക്കേണ്ടി വരില്ല, എനിക്ക് നിങ്ങളെയും സഹിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും പരസ്പരം മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അവർ അങ്ങനെ നിൽക്കുന്നത് കാണുന്ന ദേവിക അവരോട്, നിങ്ങൾ ദേഷ്യപ്പെടുന്നത് കണ്ടാൽ നിങ്ങൾ ഏറ്റവും വലിയ ശത്രുക്കളാണെന്ന് തോന്നും, അല്ലെങ്കിൽ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണെന്ന് തോന്നിപ്പോകുമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ദേവ് മാറി നിൽക്കുകയാണ്. ദേവിക ദേവിനോട് എല്ലാ കാര്യത്തിനും ദേഷ്യപ്പെടുന്നത് നല്ലതല്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മുത്തശ്ശൻ, ഒരാളെങ്കിലും ദേവിന് നേരെ നിന്ന് എതിർത്ത് പറയാനുണ്ടല്ലോ എന്ന് പറയുകയാണ്. രൂപയോട് ബുൾബുള്ളി, എന്റെ ഡാഡിയുടെ വിവാഹമാണ്, ഞാനും ആന്റിയെ സഹായിക്കാമെന്ന് പറയുകയാണ്. എന്നിട്ട് ബുൾബുള്ള് ദേവിനോട്, ഈ ആന്റി A1 ആണ്, ആന്റിയോട് ഡാഡി ദേഷ്യപ്പെടുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. ദേവ് ദേഷ്യം മറന്നു നിൽക്കുകയാണ്. ഈ സമയം മുത്തശ്ശൻ പറഞ്ഞിട്ട് ബോല ആരതി എടുത്തുകൊണ്ട് വരികയാണ്. രൂപയെ ദേവിക ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറി വരാൻ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ കുറച്ച് ക്യാഷ് രൂപയ്ക്ക് കൊടുത്തിട്ട് വർക്ക് തുടങ്ങാൻ പറയുകയാണ്. ക്യാഷ് കയ്യിൽ വാങ്ങുന്ന രൂപ, എങ്ങനെയെങ്കിലും ഈ പാലസിന്റെ അകത്ത് കയറി കൂടി ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കണമേ മഹാദേവ എന്ന് മനസ്സിൽ പറഞ്ഞ് രൂപ അകത്തേക്ക് കയറി പോകുന്നു. ഈ സമയം ദേവിന്റെ ആന്റിയെ കാണിക്കുന്നു. അവർ അവരുടെ ഫ്രണ്ട്സിന് അവരുടെ ഹസ്ബൻഡ് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ് എല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുന്ന അവർ കുറ്റം പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന ദേവിന്റെ ആന്റി അവരെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. ആ സമയം ബോല രൂപയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി രൂപയെ വിളിച്ചുകൊണ്ട് അവിടെ വരുന്നു. രൂപയെ കാണുന്ന അവർ രൂപയോട് ചെയ്യേണ്ട ജോലികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവരുടെ കയ്യിലെ വിരലിൽ മുഖം മൂടിയിട്ടിരുന്ന അതേ മോതിരം കിടക്കുന്നത് കാണുന്ന രൂപയുടെ മുഖഭാവം മാറുന്നു. രൂപയ്ക്ക് ദേഷ്യം വരികയാണ്. രൂപയ്ക്ക് അന്ന് നടന്നതെല്ലാം ഓർമ്മ വരികയാണ്. അതെല്ലാം ഓർമ്മ വരുന്ന രൂപ അടുത്തിരിക്കുന്ന കത്തി എടുത്ത് അവരെ കൊല്ലാൻ തുടങ്ങുന്ന സമയം അവിടെ ദേവ് വരുന്നു. ദേവിനെ കാണുന്ന രൂപ കയ്യിലിരിക്കുന്ന കത്തി മറച്ചു വെക്കുകയാണ്. ദേവ് രൂപയുടെ മോതിരം വാങ്ങാനാണ് അവിടേക്ക് വന്നത്. ദേവിന്റെ കയ്യിലിരിക്കുന്ന തട്ടത്തിൽ ഒരേപോലെ കുറെ മോതിരം ഇരിക്കുന്നത് കാണുന്ന രൂപ ആ കാര്യം അവരോട് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ദേവിന്റെ ആന്റി, ഈ മോതിരം അവരുടെ പാരമ്പര്യ മോതിരമാണെന്നും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെ വിരലിൽ ഈ മോതിരം ഉണ്ടെന്നും പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന പാറുവിന്റെ ശത്രു ഈ കുടുംബത്തിലുള്ള ആരോ ആണെന്ന് മനസ്സിലാവുകയാണ്. ആ ആളിനെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പാറു. അടുത്ത സീനിൽ ദേവിനെ വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്ന പെൺകുട്ടി വരികയാണ്. ദേവികയും എല്ലാവരും ആ പെൺകുട്ടിയെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് മോഹിനി വരുന്നു. മോഹിനിയെ കാണുന്ന പാറു ഞെട്ടി നിൽക്കുകയാണ്. ദേവിക മോഹിനിക്ക് ആരതി ഒഴിയുകയാണ്. ഈ സമയം മോഹിനിയെ നോക്കി നിൽക്കുന്ന രൂപ മുകളിൽ നിന്ന് കാല് സ്ലിപ്പായി താഴേക്ക് വീഴുന്നത് ദേവ് കാണുകയാണ്. ദേവ് രൂപ താഴെ വീഴാതെ രൂപയെ പിടിക്കുകയാണ്. തുടർന്ന് അവർ പരസ്പരം കുറച്ചു നേരം നോക്കുകയാണ്. ശേഷം ദേവ് രൂപയെ താഴെ നിർത്തുന്നു. അപ്പോഴാണ് മോഹിനി രൂപയെ കാണുന്നത്. രൂപയെ കണ്ട ഷോക്കിൽ നിൽക്കുകയാണ് മോഹിനി രൂപയെ നോക്കി പാറു എന്ന് വിളിക്കുകയാണ്. അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. രൂപ ഒന്നും പറയാതെ മോഹിനിയെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ്. ദേവിക മോഹിനിയോട്, മോഹിനി തെറ്റിദ്ധരിച്ചതാണ്, ഇത് നിങ്ങളുടെ വിവാഹം നടത്താൻ വന്ന വെഡിങ് പ്ലാനറായ രൂപയാണെന്ന് പറയുകയാണ്. ആ കാര്യം കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുന്ന മോഹിനി രൂപയുടെ അടുത്ത് പോയിട്ട് രൂപയ്ക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. അടുത്ത സീനിൽ റൂമിൽ പോകുന്ന മോഹിനി കണ്ടത് പാറുവാണെന്ന് വിശ്വസിക്കാൻ കഴിയാതെ ഇരിക്കുകയാണ്. കാരണം പാറു മോഹിനിയുടെ മുന്നിൽ വെച്ചാണ് കത്തി ഭസ്മമായി പോയത്. പിന്നെ എങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്, ഒരേ ഫേസിലുള്ള രണ്ടുപേർ എങ്ങനെയാണ് എന്നൊക്കെ കുറെ ചോദ്യങ്ങൾ മനസ്സിൽ ചോദിച്ച് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് മോഹിനി. മറുവശത്ത് മോഹിനി എന്തിനാണ് വിവാഹം കഴിക്കുന്നത്, മോഹിനിയുടെ ലക്ഷ്യം എന്തായിരിക്കും, എങ്ങനെയെങ്കിലും മോഹിനിയുടെ ലക്ഷ്യം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പാറു. മറുവശത്ത് മോഹിനി, 5 വർഷത്തെ എന്റെ അധ്വാനം ഇല്ലാതാക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് മോഹിനി. മോഹിനിയുടെ ലക്ഷ്യം പാറുവിന് കണ്ടുപിടിക്കാൻ കഴിയുമോ, ആ മുഖംമൂടികൾ ആരെല്ലാമാണ്, ഇതെല്ലാം അറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്